അവിടെ വന്നാൽ കാണാൻ പറ്റുമോ? ആ വരാം. അപ്പോൾ അവിടെ എന്തോ ഒരു മീനുണ്ട് കേട്ടോ. എന്തോ ഒരു മീനുണ്ട്. പള്ളത്തിയാണെന്ന് തോന്നുന്നു. കരിമീൻ പള്ളത്തിയാണെന്ന് തോന്നുന്നു. ആ വരുന്നു. ഇവിടെ അങ്ങനെ നിൽക്കണ്ടേ? നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ച വലയാണ് കേട്ടോ. പഴയ വലയൊക്കെ നശിച്ചു പോയതുകൊണ്ട് നമ്മൾ ഓരോ പൈസ ഒന്നും ഇല്ല കേട്ടോ. 200 രൂപ, വെറും 200 രൂപ. എന്തോ ഇതെങ്ങനെ ഇട്ടേ? അതല്ലല്ലോ. ഞാൻ ഇറങ്ങട്ടെ ഇവിടെ. ആ ശരിയാ. ഭയങ്കര രണ്ടും കൂടെ ഒന്നിച്ചായല്ലോ അത്. മൊത്തം കുരുങ്ങി കിടക്കുക. ഇത് അഴിച്ചു വരുന്ന തന്നെ ഒരു മെനക്കേടല്ലേ. ഒരു സമയം എടുക്കും. ചേട്ടാ പതുക്കെ പോയിട്ട് ഞാൻ ഇവിടെ കുരുക്കിലാക്കിയില്ല കേട്ടോ. ഞാൻ പിടിച്ചോട്ട് പോകാം. ഫുള്ള് കൊടുക്കായി പോയിട്ടോ. കുറഞ്ഞ വലയാകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൂടിയ വലയാകുമ്പോൾ അത്രയും വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. ഇത് നൈസായിട്ടുള്ള കണ്ണികളാ. വലുതാണെങ്കിലും എൻ്റെ ഇതിന് നൈസാ വല. ഇത് നൂല് പല പ്രശ്നങ്ങളുണ്ടാവും. അതെ. പക്ഷെ നോക്കാം ഇതിട്ടിട്ട് എന്ത് കിട്ടുമെന്നുള്ളത് അല്ലേ. മീൻ പിടിക്കുന്നത് കാണുന്നുണ്ട് ആൾക്കാര്. അതെ. ഇതുപോലൊക്കെ മീൻ പിടിക്കുന്നതാണ് കാണുന്നത്. അവിടെ നിന്നേ അച്ഛൻ അവിടെ വരെ ഇറങ്ങിയിട്ട് നോക്കി ഉണ്ടോ? അവിടെയൊക്കെ ഭയങ്കര ആഴമാട്ടോ. നല്ല ആഴമുള്ള സ്ഥലമാണ്. അച്ഛനൊക്കെ പിന്നെ നീന്താൻ അറിയാം. നമുക്ക് നീന്താൻ അറിയാം. പഠിച്ചിട്ടുണ്ട്. ശരി നോക്കാം. വെള്ളത്തിൽ ഇറങ്ങും ഞാൻ. പടിഞ്ഞാറോട്ട് മാറിയണോ? ആ കമ്പ കുരുക്കത്തില്ല. കുരുക്കഴിച്ചോണ്ടിരിക്കാനാട്ടോ. കെട്ടുപൊട്ടിയോ? വലിച്ചോ? എവിടെയാ? നല്ല രസമാണ് കേട്ടോ ഈ വെള്ളം കാണാനായിട്ട്. ചവിട്ടെ കണ്ടോ?
കേട്ടോ. സെൻറ്ററിൽ അതെന്തോ അങ്ങനെ വന്നേ വല. അവിടുത്തെ തയ്യൽ ഇളകിപ്പോയത് കേട്ടോ. അവിടെ ജോയിൻ്റ് ആയിരുന്നു. അവിടെ അച്ഛൻ കെട്ടി വെച്ചു. ആ ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓലേ ഉണ്ടോ? നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീടാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടുണ്ടാവും വീടൊക്കെ. ഇപ്പോൾ അവർ താമസമൊന്നുമില്ല. അവിടെ വെള്ളം കയറും കേട്ടോ. അതുകൊണ്ട് അവർ വേറെ മാറി. ഒരുപാട് വീടുകളുണ്ട്. കണ്ടോ? ഇച്ചിരി അടുത്ത് കാണിക്കാം. കണ്ടോ? ഇത് രസമാണല്ലോ. ഒരു പ്രത്യേക ഒരു ഫീല്. ഇങ്ങനെ ഈ ഒരു കാടുകൾക്കിടയിൽ കുറച്ച് വീടിൻ്റെ കുറച്ച് ഭാഗം കാണുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ? എനിക്കെന്തോ ഹൊറർ ഫീലൊക്കെ തോന്നുന്നു. ഒരു ഹൊറർ വീഡിയോ ഒക്കെ എടുക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അല്ലേ? ഒരു ഹൊററൊക്കെ എടുക്കാം അല്ലേ? ഈ വീട്ടിൽ വെച്ച് ഒരു ഹൊററൊക്കെ എടുക്കാൻ രസമാണ്. ഇല്ലേ, നമുക്ക് അച്ഛനെ നോക്കാം കേട്ടോ. അച്ഛൻ നല്ല താഴ്ചയുള്ള സ്ഥലമാണേ. അച്ഛൻ ഇവിടം വരെ എത്തി. ആ മെനക്കേട് വലയാ. അത് നോക്കാൻ ഇട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോന്ന്. ഇതിട്ടിട്ട് ഒന്നും കിട്ടില്ല. നമ്മൾ ഈ വല ഇവിടെ ഉപേക്ഷിക്കുമെന്ന്. അതെ, നോക്കാം. ഇന്നത്തോടെ ഉപേക്ഷിച്ചെന്ന്. അതെ, ഒരു കുറഞ്ഞ പൈസക്ക് കിട്ടുന്നതിന് അത്രയും ക്വാളിറ്റി അല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? പക്ഷെ നമ്മൾ മേടിച്ച് നോക്കിയത് എങ്ങനെയാണ് കിട്ടുമല്ലോ എന്നൊക്കെ ഉള്ളത്. അതെ, പക്ഷെ ഇത് ഇന്നാളെ കണ്ടിട്ട് ഇട്ടായിരുന്നോ? താത്തിയായിട്ട് കണ്ടിരുന്നേ? ആദ്യമായിട്ട് വന്ന വലയത്. ഇതങ്ങ് ഇളക്കി കളഞ്ഞു കേട്ടോ. ആദ്യം ഇല്ല, ഒരു സൈഡ് പിടിച്ച് പിടിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു. ഇവിടുന്ന് അവിടെ ചുറ്റിയിട്ട് അങ്ങോട്ട് കലങ്ങിൻ്റെ അടുത്തോട്ട് ഇട്ടു. ഞാൻ കുറേ വീഡിയോ ഇപ്പം എടുത്തായിരുന്നു. എല്ലാം സ്ലോ മോഷനിലായി പോയി. അല്ല 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 ഇപ്പം എടുത്ത വീഡിയോ. സമയം നഷ്ടം. സമയം അതെ, ക്ഷമയോട് കൂടിയിട്ട് വേണം ഇത് അയച്ചെടുക്കാൻ. കാരണം അച്ഛന് നല്ല ക്ഷമയുണ്ട് കേട്ടോ. അച്ഛനതുകൊണ്ട് വലയൊക്കെ നിന്ന് അതിൻ്റെ കുരുക്കൊക്കെ എടുത്ത്. ആ അത് തന്നെ.
അവിടെ ഒരു വളവ് കിടന്നോട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വലയൊക്കെ ഇട്ട് ഇന്നൊരു 5-6 മണിയാകുമ്പോൾ നമുക്കൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ വലയിട്ട് മീൻ കിട്ടുവാണെങ്കിൽ കാണിക്കാം, മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കാണിക്കാം കേട്ടോ. ഈ വലയുടെ ഗുണനിലവാരം നിങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ. ആകെ 250 രൂപയുടെ വലയാണ്. കാരണം നമ്മുടെ മറ്റേ വല അങ്ങ് ചീത്തയായി പോയി, ഒരുപാട് പൊടിഞ്ഞു പോയി, ഒരുപാട് കീറി. ഇപ്പോൾ ഉടനെ ഒന്നും നമുക്കൊരു വല മേടിക്കാൻ പറ്റത്തില്ല കേട്ടോ. വല മേടിക്കണം, ഒരു 5 കിലോയുടെ വല മേടിച്ചിരുന്ന് സമയമെടുക്കും അത് കെട്ടിയൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വല മേടിച്ചുകൊണ്ടൊന്ന് കെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഒരാൾ ഈ കെട്ടാൻ കൊടുക്കുമ്പം കുറേ പൈസയാവും, 10-2000 രൂപയാവും. അപ്പോൾ അത് വേണ്ട, നമ്മൾ വെറുതെ ഇരിക്കുമല്ലോ. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ കൂടി അത് വല കെട്ടാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഈ അടുത്ത ആഴ്ച ഈ ആശുപത്രി കേസൊക്കെ ആയതുകൊണ്ട് നമുക്ക് പറ്റിയില്ല. അടുത്ത ആഴ്ച കൊല്ലത്ത് പോകുന്നതുകൊണ്ട് കൊല്ലത്ത് പോകുമ്പോൾ വല മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വല മേടിച്ച് നമുക്ക് കെട്ടിയെടുക്കാം പുതിയ വല. അപ്പം കുറച്ച് വലയൊക്കെ ഇരിപ്പുണ്ട്, പൊട്ടിയത് കഴിഞ്ഞതും ഒക്കെ. പക്ഷെ എന്തോരം അതും നമ്മൾ കളയുന്നില്ല, അതും നമുക്ക് ഇടാം. അപ്പം ചേട്ടൻ ഇട്ടിട്ട് കയറി ഇട്ട് നല്ല വേലിയേറ്റം വരുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായ വേലിയേറ്റാണ് കയറി വരുന്നത്. വരുമ്പോൾ ഇതെല്ലാം അങ്ങ് മൂടും. അതെ, അതിൻ്റെ ഈ പായൽ കാണുന്നത് കേട്ടോ. ഇത് ഉണ്ടാക്കിയ കാലം തൊട്ട് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കും കേട്ടോ. ആ ഒരു കാലമെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ആ ഒരു വീട്ടുകാർക്ക് പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് 3-4 വീട്ടുകാരുണ്ട്. അവർക്കൊക്കെ ഈ റോഡിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു വീട്ടുകാർ ഇവിടെ താമസം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാം കാടായത്. ഇവിടെ മറ്റേ നല്ല രീതിയിൽ കിടന്നതാണ്. അപ്പോൾ നമുക്ക് പോയാലോ? കയറി വരട്ടെ. അപ്പോൾ നമ്മൾ തിരിച്ച് വലയൊക്കെ ഇട്ട് നേരെ കയറി പോകും കേട്ടോ. അപ്പം നമ്മുടെ അച്ചാറൊക്കെ തീർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. നാരങ്ങ അച്ചാറുണ്ട്, വെളുത്തുള്ളി അച്ചാറുണ്ട്, പിന്നെ ചെമ്മീൻ അച്ചാർ. കേര എടുക്കാൻ പോയപ്പം ഭയങ്കര വിലയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല കേര. അതിന് അടുത്ത ആഴ്ച എന്തായാലും അത്യാവശ്യക്കാരുണ്ടെങ്കിൽ പോയി കേര എടുക്കണം. അതില്ലെന്നുണ്ടെങ്കിൽ ട്രോളിങ് കഴിഞ്ഞങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചാൽ ഭയങ്കര വില കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയി ഓപ്പറേഷനൊക്കെ 2 ദിവസത്തിന് മുമ്പേ 3-4 ദിവസത്തിന് മുമ്പേ കുട്ടൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം 600 രൂപ കിലോയ്ക്ക്. അപ്പോൾ നമുക്കങ്ങനെ ആ വിലയ്ക്ക് എടുത്തുകൊണ്ട് വന്നാൽ നമുക്കും നഷ്ടം, അച്ചാർ മേടിക്കുന്നവർക്കും നഷ്ടം. ഒരുപാട് വില നമുക്ക് മേടിക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്കൊരു ഇതില്ലേ. അപ്പോൾ അതുകൊണ്ട് അച്ചാറിന് കേര എടുക്കാതെ പോയിരുന്നതാണ്. കേര വില എല്ലാ മീനിനും വില കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ ട്രോളിങ് ആയതുകൊണ്ട് എല്ലാ മീനും വില കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മീൻ എടുത്തില്ല. അപ്പോൾ ഇനി നമ്മുടെ ചെമ്മീൻ അച്ചാർ തീരാറായിട്ടുണ്ട്, അതുപോലെ നാരങ്ങ അച്ചാറും തീരാറുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറയണേ. കൊല്ലക്കാരുടെ കൊല്ലം സ്വന്തം വെളിച്ചെണ്ണയില കേട്ടോ. എന്ന് വെച്ചാൽ കൊല്ലത്തുള്ള തേങ്ങ സ്വന്തമായിട്ട് ആട്ടിയെടുത്ത വെളിച്ചെണ്ണയില നമ്മൾ വറുത്ത് എടുത്ത ചെമ്മീന കേട്ടോ. നല്ലെണ്ണയിൽ അച്ചാറിട്ട അച്ചാറാണ്. നല്ലെണ്ണയിലിട്ട അച്ചാറ്, നല്ലെണ്ണയിൽ ഉണ്ടാക്കിയ അച്ചാർ കേട്ടോ. ഓക്കെ, അപ്പം ഞങ്ങൾ പോകാൻ കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം കയറും കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ ഇതായിട്ടിരിക്കുക, നനഞ്ഞ്. ഇവിടെയൊക്കെ നല്ലപോലെ കിടന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എനിക്കും മാവിക്കും കൂടെ കൊണ്ടുവരാൻ പോകണം, അച്ചാർ അയക്കാൻ പോകണം കേട്ടോ. 2-3 പേർക്ക് അച്ചാർ അയക്കാനുള്ളതുണ്ട്. അപ്പം എന്നും ഇപ്പോൾ ചേട്ടായി അയച്ചുകൊണ്ടിരുന്നത്. ചേട്ടായിക്ക് ഇപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞുകൊണ്ട് ചേട്ടായി റെസ്റ്റിലാണ്. അതുകൊണ്ട് ആ ചുമതല അച്ചാറുണ്ടാക്കുന്ന ഒരു ജോലിയുള്ളായിരുന്നു. ബാക്കി പണിയൊന്നും എനിക്ക് അറിയണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ഞാനും മാവയോടെ കൊണ്ടുവന്ന് അയക്കാൻ പോയ ചേട്ടന് ഇനിയിപ്പം ബസ്സിലൊക്കെ പോകേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഒന്ന് ഉച്ചയ്ക്കൊക്കെ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ഭാവി എല്ലാവർക്കും ചോറൊക്കെ കൊടുത്ത് ഞങ്ങൾക്കൊരു അതെ ഞങ്ങൾ പോവാട്ടോ. അതെ, പോകുന്ന കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കും. അതെ, എൻ്റെ ചാനൽ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഞങ്ങൾ അച്ചാർ കൊടുക്കാൻ പോകുന്നതൊക്കെ ഭാവയുടെ ചാനലിലാണ്. ഓക്കെ, പഞ്ചാരവും ഒക്കെ ആയിട്ട് ചേട്ടാ ഇറങ്ങി കേട്ടോ. ഇറങ്ങി ഇനി ആ കലങ്കിൻ്റെ സൈഡിൽ കിടക്കുക വല. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് വരണം. എടുത്തിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോകാം. വെള്ളത്തിനൊക്കെ കറയായി കേട്ടോ, മീൻ നിൽക്കത്തില്ല ഇങ്ങനെ കറ നിന്ന്. അതല്ലെങ്കിൽ വെളുപ്പിനെ ആരെങ്കിലും കോരി കലങ്ങി കാണും. കമ്പട്ടിക്കാടും പന്നക്കാടുമാണ് കൂടുതലും ഇവിടെ.
ഒന്നും കാണുന്നില്ല കേട്ടോ. തുടക്കത്തിൽ അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഇതുവഴി പോകുമ്പോഴൊക്കെ ഇവിടെ ഭയങ്കര അടിയാണ് മീൻ കിടന്ന്. ഇതിൻ്റെ കീഴിലൊക്കെ വള്ളത്തിൽ പോകുന്നുണ്ടോ, ചെറിയ മീനൊക്കെ ഇന്ന് പോകുന്നുണ്ട് ഈ കല്ലിൻ്റെ കീഴിലൊക്കെ. എല്ലാം കാണുന്ന കേട്ടാ, ഒന്നുമില്ല. അപ്പുറത്തെ സൈഡിൽ ചെന്ന് നോക്കാം. രാത്രിയിലൊക്കെ മീൻപിടുത്തക്കാരുണ്ട് ശരിക്കും കേട്ടോ. അതുകൊണ്ട് കായലിൽ നിന്ന് കയറുന്ന മീൻ തന്നെയല്ലേ. ആ മീനുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആ കണ്ടലിൻ്റെ കീഴിൽ കാണും കേട്ടോ. മീനൊന്നും ഇറങ്ങത്തില്ല. അതിൻ്റെ കീഴിൽ തന്നെ തടം കൊത്തിയൊക്കെ നിൽക്കുന്ന മീനായിരിക്കും. കണ്ടലിൻ്റെ വേര് കണ്ടോ, ആ വേരിൻ്റെ അടിയിലെല്ലാം മീനായിരിക്കും. മീനൊക്കെ അതുകൊണ്ട് അങ്ങ് തോടിലൊക്കെ കിടന്ന് അടിക്കുന്നു. മീൻ എന്തൊക്കെയോ കിടന്ന് അനക്കമുണ്ട് ഉണ്ടോ. അതുകൊണ്ടുണ്ടോ മീനടിക്കുന്നുണ്ടോ ആ തോട്ടിൽ. ഉണ്ടോ ഭയങ്കര ഓളം കണ്ടോ. മീനെല്ലാം ഇവിടെ കരയായപ്പോൾ മീനെല്ലാം അങ്ങോട്ട് മാറിയതാ. അതെന്ത് കേട്ടാ, കരിമീനോ? ആ ആ ആ, ഒരു കരിമീൻ കിട്ടി കേട്ടോ. ഉണ്ടോ ഒന്ന് നോക്കട്ടെ, ഇച്ചിരി വലുതല്ലേ. വല അവിടെ കുരുങ്ങിയോ? ഇല്ല, അപ്പുറത്തെ കണ്ടതിലേ എന്തോ ഭയങ്കരമായിട്ട് കിടന്ന് അടിക്കുന്ന ചേട്ടാ. അപ്പുറത്ത് ഉഷയുടെയൊക്കെ കണ്ടില്ലേ അതിൻ്റെ അപ്പുറത്തെ അല്ല അവിടെ. അല്ല മീൻ ഓളം അടിക്കുന്നു, മീൻ കിടന്ന് ചാടുന്നു. എനിക്കൊന്ന് ഇവിടെ കറയായതുകൊണ്ടല്ലോ മീനൊക്കെ അങ്ങോട്ട് മാറിയതായിരിക്കും. കുരുങ്ങിയോടെ രാത്രിയിൽ ഇറക്കാൻ തുടങ്ങും. രാവിലെ ആകുമ്പം ഏറ്റവും ആവുന്നുണ്ട്. ഇതുണ്ടോ ഏറ്റം കീറുന്നതാണ്. ഏറ്റം കീറുന്നേ അറിയാം. വെള്ളം ഇതിനകത്ത് കിടക്കുന്ന പൊടി നീങ്ങി പോകുന്നുണ്ടോ. ഞാൻ ഇനി അപ്പുറം വരട്ടെ. ഭാഗ്യത്തിന് ഒരെണ്ണം കിട്ടിയതാട്ടോ. ഒരു മീനുണ്ട്, അതൊക്കെ തന്നെയാണ് ധാരാളം. അതെവിടുന്നോ വന്ന് കയറിപ്പോയത് അപ്രതീക്ഷിതമായിട്ട്.
അമ്പത്തം പറ്റി വന്ന് കയറിയതാ കണ്ട. അവിടെ എന്തോ വന്ന് അടിച്ചാൽ ആ അതുകൊണ്ടേ അടുത്തത് അത് കരിമീനാണോ? ഒരു കരിമീൻ കൂടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അബദ്ധം പറ്റി വന്ന് വീഴുന്ന മീനുകളാണ്. എനിക്ക് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മീനുള്ളതാണ്. ഇവിടെ കിടന്ന് എന്തോ ഓളം അടിക്കുന്നത് പൊങ്ങി ചാടുന്നത് കേട്ടോ. ചാവാറ്റയാന്ന് തോന്നുന്നു കേട്ടോ. ഓ ചാവാറ്റയായി കിടന്ന് ചാടുന്നത്. അതാ ഇല്ല കണ്ടത്തിൽ മുഴുക്ക വെള്ളം കയറിയത്. അതുകൊണ്ട് അവിടെ കിടന്ന് ഇപ്പോഴും വലിയ പൊങ്ങിച്ചാടും കേട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടെയുണ്ട് കേട്ടോ. ചേട്ടാ എന്നാൽ അന്നയ്ക്ക് പാങ്ങി ചിലപ്പോൾ മിക്കവാറും അത് വന്ന് വലയിൽ കയറും. ഇങ്ങനെ പോയേട്ടാ. എന്തോ അല്ലാതെ അനയ്ക്ക് അനയ്ക്ക് പോയേട്ടാ. അനയ്ക്ക് പോവും വല കൈയിട്ടൊക്കെ ഒന്ന് അടിച്ച് ഇലക്കി പോവും. അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നതൊക്കെ ഒന്ന് അനങ്ങട്ട് ഇറങ്ങട്ട്. ചില ഭാഗ്യത്തിന് ചിലപ്പോൾ രണ്ടെണ്ണം വന്ന് ഓടി വന്ന് കയറിയാലോ. അതും ഒരു ഭാഗ്യമല്ലയോ. ഇല്ല ഇപ്പം നമ്മുടെ വല നഷ്ടം കേട്ടോ. ഭയങ്കര നഷ്ടത്തിലോടുക. പക്ഷെ നമുക്ക് കറിക്ക് ഉള്ള ഇത് മതി കേട്ടോ. ഒന്നൊരു കൊച്ചൊരു കറി വെക്കാം. കണ്ടലിൻ്റെ കൊണ്ടിട്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മീൻ കിട്ടുമല്ലോ എന്ന് എഴുതിയാൽ രക്ഷയില്ല. ഇപ്പം നല്ല ഇറക്കം കഴിഞ്ഞിട്ട് ഏറ്റവും ആയതാട്ടോ. പക്ഷെ എന്നിട്ടും ഇത്രയും വെള്ളം അവിടെ ഉള്ളത്. അവിടെ വരെ ഉള്ളോ? ചേട്ടാ ഇല്ല തൂക്കിന് തടമെല്ലാം ഉണ്ടോയെന്ന് നോക്കട്ടാ. ആ നോക്കട്ടെ. അവിടെ വന്നാൽ കാണാൻ പറ്റുമോ? ആ വരാം. അപ്പോൾ അവിടെ എന്തോ ഒരു മീനുണ്ട് കേട്ടോ. എന്തോ ഒരു മീനുണ്ട്. പള്ളത്തിയാണെന്ന് തോന്നുന്നു. കരിമീൻ പള്ളത്തിയാണെന്ന് തോന്നുന്നു. ആ വരുന്ന ആ ഉണ്ടോ? ചെമ്പല്ലി അല്ല, എന്തുകൊണ്ടാ അത്? സിലോപ്പിയ. ഓ എല്ലാവരും മയങ്ങിക്കഴിഞ്ഞു കേട്ടോ. സമയം കഴിഞ്ഞില്ലയോ. പക്ഷെ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ കീഴിൽ മീനുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ പ്രതീക്ഷ മങ്ങിയില്ല കേട്ടോ. അതിൻ്റെ ചുറ്റിനും ഇട്ടിരുന്നെങ്കിൽ പിന്നെയും വെള്ളം കിട്ടിയായിരുന്നു ഇല്ലയോ? തീർന്നു. രണ്ടെണ്ണം ഉണ്ടോ? രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഇതൊക്കെ അതോടെ അത് തീർന്നോ? രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. രണ്ടെണ്ണം ഇല്ലയോ? ഒരെണ്ണേ ഉള്ളോ? ഞാൻ ചേട്ടൻ പിന്നെ രണ്ടാമത് എടുത്തിട്ടപ്പോൾ ഞാൻ വിളിച്ച് ഉള്ളതാവട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വലയിടയിലുണ്ടല്ലോ നമുക്ക് നഷ്ടവുമില്ല ലാഭവും ഇല്ലാത്ത രീതിയിൽ കിട്ടി കേട്ടോ. ഇവിടെ ഒരു ഫർണിച്ചറൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. മുറ്റമൊക്കെ ഇങ്ങനെ കിടന്ന നല്ല വൃത്തിക്ക് കിടന്ന ഒരു മുറ്റം കേട്ടോ. എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് വാരിയിട്ടിരുന്ന ഒരു മുറ്റം. ഇത് പോയി നശിച്ച് വാരി. ഇനിയിപ്പോൾ അവരുടനെ വീടൊക്കെ വെച്ച് ഇനി വരും. ഇതിനകത്ത് താമസിക്കാൻ ഒക്കത്തില്ല. ഞങ്ങളുടെ വീട് പോലെ തന്നെ കണ്ടോ, തറതാണ് പറ്റ കിടക്കും കേട്ടോ. ഇതായിരുന്നു സംഭവം. ഇതിനകത്തൂടെ അടിക്കൂടെ അങ്ങ് ഊറ്റി കയറുമെന്ന്. നമ്മുടെ വീടിനേക്കായും അത്രയില്ല കേട്ടോ, അതിനേക്കാൾ പൊങ്ങി നിൽക്കുക. പിന്നെ വെള്ളം കയറുമ്പോൾ ഉള്ളൊരു പ്രശ്നമേ ഉള്ളായിരുന്നു. എന്നാലും അയാൾക്ക് വയ്യാത്തതൊക്കെ. അപ്പോൾ അതുകൊണ്ട് രണ്ടു പേർക്കും വയ്യാത്തത് നമ്മുടെ വീട്ടിലെ പോലെ തന്നെ
അപ്പോൾ അവരും ഇവിടുന്ന് പോകാൻ കാരണം അതാ കേട്ടോ. ഈ ഒരു നല്ലൊരു വഴിയായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ ആരും നടക്കാത്തത് കൊണ്ട് ഇവിടെ ഈ കാടൊക്കെ ആയത്. മറ്റേത് ഇവർ താമസമുള്ളപ്പോൾ ഇവരിവിടെ വൃത്തിയാക്കുമായിരുന്നു. അതൊക്കെയാണ്.